സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാണ്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ആണ് വ്യാപകമായ നാശനഷ്ടങ്ങൾ. അതേസമയം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ 8 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 9 ജില്ലകളിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ വടക്കൻ മേഖലകളിൽ അതിശക്തമായ മഴ തുടർന്നേക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതേസമയം തിരുവനന്തപുരം, കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിലും മഴ തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. കൊല്ലത്ത് നിന്ന് വിനീഷ് ആണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീഷ്, അവിടെ മഴ ശക്തമാണോ? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, മഴ തുടരുകയാണ്. കൊല്ലത്ത് തീരദേശ മേഖലയിലും മഴയുണ്ട്. കടൽ പ്രക്ഷുബ്ധമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസവും ഒരു അനിഷ്ട സംഭവം ഉണ്ടായിരുന്നു. വള്ളം മറിഞ്ഞ് 3 പേരെ കാണാതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ 2 പേരുടെ മൃതശരീരം കണ്ടുകിട്ടുകയും ചെയ്തു. ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുന്നു. പക്ഷെ ഇന്നും സമാനമായ രീതിയിൽ ഒരു വള്ളം മറിഞ്ഞ് അപകടം സംഭവിച്ചിട്ടുണ്ട്. 14 പേർ സഞ്ചരിച്ചിരുന്ന വള്ളമാണ്, മത്സ്യബന്ധന വള്ളമാണ് മറിഞ്ഞത്. ഇതിൽ ഒരാളെ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. തിരച്ചിൽ തുടരുകയാണ്. അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ തീരദേശ മേഖലയിൽ അനിഷ്ടങ്ങൾ ഉണ്ടാകുന്ന പോലെ ഈ മലയോര മേഖലയിലും വലിയ രീതിയിലുള്ള മഴ ശക്തമാണ്. അച്ചൻകോവിൽ, കുളത്തൂപ്പുഴ മേഖലകളിലും മഴ ശക്തമായി തുടരുന്നുണ്ട്. കുളത്തൂപ്പുഴയിൽ പലയിടത്തും വെള്ളക്കെട്ട്, അതുപോലെ തന്നെ ഗതാഗത തടസ്സപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. കുറെ കുടുംബങ്ങളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ച സാഹചര്യമുണ്ട്. മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും മഴ ശക്തിയായി തന്നെ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. അഭിലാഷ്, ഇതാണ് കൊല്ലത്ത് നിന്നുള്ള വിശദാംശങ്ങൾ. ഇനി കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.